അതിക്രമം നിമിത്തം മുറിവേറ്റവനേ, എന്ന കൃത്യം നിമിത്തം തകർന്നോനേ, എനിക്കായി രക്ഷ നൽകിയോനേ, എന്നെ വീണ്ടെടുത്തവനേ, നിനക്കായി ഞാൻ എന്നെന്നും ജീവിക്കും. ദൈവവചന ചിന്തകൾ കേൾക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ക്രിസ്തീയ സ്നേഹ വന്ദനം. ഇയ്യോബിൻ്റെ പുസ്തകം 42-ാം അധ്യായത്തിൽ അതിൻ്റെ 12 മുതൽ താഴേക്കുള്ള ചില വചനങ്ങൾ നാം വായിക്കുമ്പോൾ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളെക്കുറിച്ച് ഓർപ്പിക്കുമ്പോൾ ദൈവം അനുഗ്രഹിക്കുന്ന അനുഗ്രഹം മാനുഷിക സങ്കല്പങ്ങൾക്കപ്പുറമാണെന്നും ഇരട്ടിയായ അനുഗ്രഹത്തിലൂടെ ദൈവം നയിപ്പാൻ വിശ്വസ്തനാണെന്നും ഓർമ്മപ്പെടുത്തുക തന്നെയാണ്. ഇയ്യോബിൻ്റെ ജീവിത ചരിത്രം നാം പരിശോധിച്ചാൽ 1-ാം അധ്യായത്തിനകത്ത് വരുമ്പോൾ 2-3 വാക്യങ്ങളൊക്കെ വായിക്കുമ്പോൾ അവന് 7 പുത്രന്മാരും 3 പുത്രിമാരും ജനിച്ചു. അവന് 7000 ആടും 3000 ഒട്ടകവും 500 കാളയും 500 പെൺകഴുതിയുമായ മൃഗസമ്പത്തും ഏറ്റവും വളരെ ദാസജനവും ഉണ്ടായിരുന്നു എന്നാണ് വായിക്കുന്നത്. എന്നാൽ 42-ാം അധ്യായത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ ഇയ്യോബിൻ്റെ ജീവിതത്തിനകത്തുണ്ടായിരുന്ന മക്കളൊക്കെ മരണപ്പെട്ടു. അവനുണ്ടായിരുന്നതായ ഈ ആടുകളും ഒട്ടകവും അങ്ങനെ സകലതും അവന് നഷ്ടപ്പെട്ടു പോയി. എങ്കിലും നഷ്ടങ്ങളെ ലാഭമാക്കുന്നൊരു ദൈവമുണ്ടെന്നുള്ള വിശ്വാസത്തോടെ ഇയ്യോബ് ദൈവത്തിൽ മാത്രം ആശ്രയിച്ച് ആഴമായ പ്രാർത്ഥനയിൽ വിശ്വാസത്തോടു കൂടി മുൻപോട്ട് കടന്നു പോകുവാനിടയായി. ഇയ്യോബിൻ്റെ വിശ്വാസവും പ്രാർത്ഥനയും അവൻ്റെ സ്ഥിതിക്ക് ദൈവം പിന്നെയും ഭേദം വരുത്തി ദൈവം അവനെ അനുഗ്രഹിപ്പാനിടയായിത്തീർന്നു എന്ന് വായിക്കുന്നുണ്ട് 42-ാം അധ്യായത്തിൽ. ഒരു യുദ്ധത്തിന് വേണ്ടി പോകുവാൻ അമസ്യാവിനോട് ദൈവം പറഞ്ഞു. അമസ്യാവ് മുതൽ മുടക്കി ഇസ്രായേലിൽ നിന്ന് പടജനത്തെ കൊണ്ടുവന്നു. യഹോവയെ ദൈവം അരുതെന്ന് പറഞ്ഞു. എന്നാൽ നഷ്ടത്തെക്കുറിച്ച് പറയുമ്പോൾ അമസ്യാവിനോട് ദൈവപുരുഷൻ പറഞ്ഞതും നഷ്ടത്തെക്കുറിച്ച് ചിന്തിക്കേണ്ട, ദൈവം പറയുന്നത് നീ കേൾക്കുവാൻ മനസ്സ് വയ്ക്കുന്നുവെങ്കിൽ നഷ്ടപ്പെട്ടതിൽ അധികം ഞാൻ നിനക്ക് തരുവാൻ കഴിയുന്ന ദൈവമാണെന്ന് ബോധ്യപ്പെടുത്തുകയും അമസ്യാവ് ദൈവപുരുഷൻ പറഞ്ഞത് കേൾക്കുക നിമിത്തം അവന് നഷ്ടപ്പെട്ടതിൻ്റെ ഇരട്ടി അല്ലെങ്കിൽ അധികം ദൈവം കൊടുക്കുവാനും ഇടയായിത്തീർന്നു എന്ന് വായിക്കുന്ന പോലെ 42-ാം അധ്യായത്തിൽ ഇയ്യോബിനെ ദൈവം അനുഗ്രഹിക്കുമ്പോൾ സകലതും ഇരട്ടിയായി നൽകുവാൻ ഇടയായിത്തീർന്നു എന്ന് വായിക്കുന്നുണ്ട്. ഇവിടെ വായിക്കുന്നത് ഇങ്ങനെ യഹോവ ഇയ്യോബിൻ്റെ പിൽക്കാലത്തെ അവൻ മുൻകാലത്തേക്കാൾ അധികം അനുഗ്രഹിച്ചു. അവന് 14,000 ആടും 6,000 ഒട്ടകവും 1000 കാളയും 1000 പെൺകഴുതയും ഉണ്ടായിരുന്നു. അവന് 7 പുത്രന്മാരും 3 പുത്രിമാരും ഉണ്ടായിരുന്നു എന്ന് പറയുന്ന വാക്കുകളുണ്ട്. ഇവിടെ 1-ാം അധ്യായവും 42-ാം അധ്യായവും തമ്മിൽ പരിശോധിച്ച് നോക്കുമ്പോൾ സകലതും ദൈവം ഇയ്യോബിന് നൽകിയപ്പോൾ ഇരട്ടിയായിട്ട് നൽകിയെന്നും നഷ്ടപ്പെട്ടതായ 10 മക്കൾക്ക് പകരമായി 10 മക്കളെ കൂടി ദൈവം നൽകുവാനും ഇടയായിത്തീർന്നു എന്ന് വായിക്കുമ്പോൾ ഈ ഭൂമിയിൽ ദൈവം ഇയ്യോബിന് ഉണ്ടായിരുന്ന ധനസമ്പാദ്യത്തെ വെച്ച് നോക്കുമ്പോൾ സകലതും ഇരട്ടിയായി നൽകിയെന്നും തലമുറകളെ നോക്കുമ്പോൾ നിത്യരാജ്യത്ത് അവന് 20 തലമുറകൾ ലഭ്യമാകുന്ന തലത്തിൽ ദൈവം അവരെ അനുഗ്രഹിച്ചു എന്നും ആ വാക്കുകൾ വായിക്കുമ്പോൾ നമുക്ക് ഗ്രഹിപ്പാൻ കഴിയുന്നുണ്ട്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ദൈവം നമ്മെ അനുഗ്രഹിക്കുമെന്നും ദൈവം നമ്മെ അനുഗ്രഹിച്ചാൽ ആ അനുഗ്രഹത്തിന് അതിരിടുവാൻ ആർക്കും കഴിയില്ലെന്നും ദൈവം അനുഗ്രഹിക്കുന്ന അനുഗ്രഹങ്ങൾ ശ്രേഷ്ഠവും ഉന്നതവുമായിരിക്കുമെന്നും തിരിച്ചറിഞ്ഞ് ദൈവത്തിൻ്റെ അനുഗ്രഹത്തിനു വേണ്ടി നമുക്ക് കാത്തിരിക്കാം. അതിന് ദൈവം നമ്മെ സഹായിക്കട്ടെ. കരുണയുള്ള ദൈവമേ, നല്ല കർത്താവേ, ഞങ്ങൾ ജീവിതത്തിൽ ഏതെല്ലാം വഴികളിലൂടെ കടന്നുപോയാലും അങ്ങേ സ്നേഹിക്കുന്നവരെ അങ്ങ് അനുഗ്രഹിക്കുമെന്നും അങ്ങയുടെ അനുഗ്രഹങ്ങൾ അളവിനപ്പുറത്താണെന്നും
ആർക്കും തടയാൻ കഴിയുന്നതിനപ്പുറത്തുള്ള ദിവ്യ അനുഗ്രഹങ്ങൾ കൊണ്ട് ദൈവം ഞങ്ങളെ അനുഗ്രഹിക്കുന്നുവെന്ന് തിരിച്ചറിഞ്ഞ് ദൈവാനുഗ്രഹത്തിനു വേണ്ടി കാത്തിരിപ്പാൻ ഞങ്ങളെ പ്രാപ്തരാക്കണം. യേശു കർത്താവിൻ നാമത്തിൽ തന്നെ ആമേൻ.